ദശമൊന്നുമില്ലല്ലോ. എന്താണ് മോനെ നിങ്ങൾ നാട്ടിലെ ചൂട്? സഹിക്കാൻ കഴിയില്ല. അതാണ് മാനവും മണ്ണും കൈമോശം വരാതെ കണ്ടാണത്തോടെ പൊരുതി നീങ്ങാൻ. നമ്മൾ ഈ നാട്ടിലെ സമരം തീരൂല ഡ്രൈവറെ. ഇത് സമരമല്ല, സാക്ഷരജാതയാണ്. നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. എന്താ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചറുകൾക്ക് എന്ത് പറഞ്ഞാലും പുറത്താണ്. മാനവും മണ്ണും കൈമോശം വരാതെ കണ്ടാണത്തോടെ പൊരുതി നീങ്ങാൻ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ ചോര പൊടിക്കുന്ന അക്ഷരങ്ങൾ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ ചോര പൊടിക്കുന്ന ഒരക്ഷരങ്ങൾ. മാനവും മണ്ണും കൈമോശം വരാതെ കണ്ടാണത്തോടെ പൊരുതി നീങ്ങാൻ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ. കുവൈറ്റ് പോയാലും നമ്മളെ കേരളം തന്നെയാ. ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അതെ വിടുക. ഇതിന്റെ ആളിനെ കണ്ട അന്ന് മുട്ടേ വിട്ടൂറ്. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ ചോര. ഹൗ ബ്യൂട്ടിഫുൾ. സുരതൻ കൈവളയിലത് നാദം കേട്ടുമയങ്ങൂ. ആളിറങ്ങാനുണ്ട്. ആ കുന്നത്തങ്ങാടി ഇറങ്ങാനുള്ളവർക്ക് മുന്നോട്ട് വന്നേ. കുന്നത്തങ്ങാടി അത് വേഗം ഇറങ്ങിക്കേ. ഒന്ന് മാറി നിക്കടാ. പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിൽക്കാൻ എന്തൊരു ഇഷ്ടം. മധുര 17 എന്താണെങ്കി പറഞ്ഞേ? എടാ കണ്ണ സുബ്രേ, അനക്കെന്നെ അറിഞ്ഞൂടാ. ഒന്ന് ഇറങ്ങണേ, അല്ലെ പിടിക്കാൻ പുറത്താക്കും. ആരെന്റെ കവിശുമാനെ പിടിച്ച് പുറത്താക്കാൻ തന്നെ നമുക്ക് എന്റെ കൈ ഞാൻ പറ്റൂ. ഈ തള്ളയുടെ കാര്യം ആരെന്റെ എന്റെ തള്ള ഇന്നെ പുറത്താക്കാൻ വരെ ചെയ്യിച്ചാന് ആടാ നമുക്ക്. എല്ലാവരും എഴുത. 1 ഗുണം 6 സമം 6. 2 ഗുണം 6 കല്ലുകളി. സ്കൂൾ വരാണ്ട് ഇവിടെ കളിക്കാനായിട്ട്. ഇത് ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? നോ നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാ മാഷേ? പിന്നെ മാഷുള്ളോണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയോ? മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ഒന്ന് ചിരിക്കണേ. മിണ്ടായിരിക്കടാ. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എന്താ ഇവിടെ എന്താ? മാഷ ഇവന് പഠിക്കണമെന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനാ പറഞ്ഞ മാഷ. എന്താ പറഞ്ഞ? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിന്ന്. ഒറ്റ വീക്ക് വെച്ചേട്ടോ. കേരള പിഞ്ഞില് രണ്ടാൾ കയറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? ടീച്ചറെ പദ്യല്ലേ? അല്ല, ഇനി കേട്ടെഴുത്താ. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോന്ന്? കുഴപ്പമില്ല. പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം.
ഇന്ന് വരാം. ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുൾ മാഷെ. എല്ലാവരും ഇരിക്ക്. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചിട്ടുങ്ങ. എടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായില്ലടാ വന്നിരങ്ങണേ. എന്താ ഇതൊക്കെ? മോഹന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. ഇതാ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ല അബ്ദു. ബമ്പനോയെ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ. ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നല പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ? എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കുന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പൊലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി. പ്രൊപ്പറേറ്റർ അബ്ദുൽ ആസീസ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഞമ്മള് പീഡിയല തുടങ്ങണേ. കൊണ്ടോട്ടിക്കാരനാ. ഞമ്മള് പോട്ടെ മാഷെ. ശരി. ഏവരുടെയും മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എന്താണ്ടാ നോക്കണേ? അവിടെ നിങ്ങൾ എന്ത് കുന്താണി കാണിക്കുന്നത്? കുറച്ചുകൂടി മേലോട്ട് കയറ്റി അങ്ങാടി വേപ്പോട്ട് അങ്ങോട്ട് മാറില്ല. കൊല്ല അത് കൊള്ളാം. ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കൃത്യമായിട്ട് വാങ്ങണം. 1-ാം തീയതി കൊരേ ലസ്യം വേണം. ഇല്ലെങ്കിൽ ഞമ്മളിവിടെ തെരഞ്ഞു വരും. തെരഞ്ഞിക്കണ വേണ്ട. നിങ്ങൾ പറഞ്ഞ പോത്തുപോലെ കിടന്ന് ഉറങ്ങണ്ട. കായുണ്ടാക്കാനെ കൊണ്ടോട്ടിന്ന് കുന്നത്തങ്ങാടിക്ക് തോളിച്ചത്. അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തുണിക്കോളി. ഒരു 30 ചായ മതിയാവുമല്ലോ അല്ലേ? മതി. കുട്ടികൾക്കൊന്നും വേണ്ട. മൈക്കിക്കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ? ഒരു ചായയെങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട. 3 ചായ മതി. കസേരയിൽ ഇരിക്കണവർക്ക്. 1 ലോം വേണ്ട. പഞ്ചാര. അപ്പൊ കാലി ചായ മതിയോ? മതിയെന്ന്. അശിഷേ, ഈ മേശമേലൊരു ബിരി വേണ്ടോ? അതൊന്നും വേണ്ട. നിങ്ങള് കായൊന്നും മുടക്കണ്ടപ്പാ. നമ്മളെ പിടിയിൽ നിന്ന് എടുക്കാന്ന്. അശിഷാണെങ്കി ഇപ്പൊ നമ്മളെ ദോസ്താണ്. ആ കാര്യമൊക്കെ ശരി. ആരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. അനക്ക് അന്റെ പണി. തെരഞ്ഞിക്കണ. കൈയെടുക്കണോ? ആചാരെ നേരെ അയക്കണം. മെമ്പർ വരുന്നുണ്ട്. ആരും കാറ്റൊഴിച്ചു വിടരുത്. നമസ്കാരം. മക്കളെ ഒന്നങ്ങാടി മാറിക്ക്. കുറച്ച് ഇരിക്കും. നിങ്ങളെ എന്നെ തുടങ്ങിക്കോളി. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ കുന്നത്തങ്ങാടി പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഈ തുന്നൽ പീടിക. കുന്നത്തങ്ങാടിയിൽ ഒരു നല്ല തുന്നൽ പീടിക ഇല്ല എന്ന ആക്ഷേപം ഇന്നിവിടെ പ്രസക്തമല്ലാതാകുന്നു. കൊണ്ടോട്ടിയിലെ നല്ല തുന്നൽ വിദഗ്ധനായ അസീസ് കുന്നത്തങ്ങാടിയിലും തന്റെ പാടവം കാണിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അസീസിനും അദ്ദേഹത്തിന്റെ ബാപ്പ അഹമ്മദ് ഹാജിക്കും കുന്നത്തങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഹാർദമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. രാവിലെ ഒരു ചായ, കാലി ചായ. ഉച്ചയ്ക്ക് ഊണ്. രാത്രി ഊണ് വേണമെന്നില്ല.
ഒരു നേന്ത്രം പയം. അപ്പൊ സ്പെഷ്യൽ ഒന്നും വേണ്ടേ? ഇറച്ചിയോ മീനോ ഒന്നും വേണ്ടാന്ന്. അവൻ തിന്നണ്ട പ്രായല്ലേ, തിന്നട്ടേന്ന്. എന്നിട്ട് വേണം ഇങ്ങനെ ഖജാന നിറയ്ക്കാൻ. മുണ്ടാണ്ട് അവിടെ കുത്തിയിരുന്നോളി. ഈ പങ്കപ്പാടൊന്നും വേണ്ടാന്ന്. ഓനെ കൊണ്ട് ഞമ്മക്കൊരു നിക്കാഹ് കഴിപ്പിക്കാം. ഈ കുന്നത്തങ്ങാടിന്ന് എന്നെ ആലോചിക്കാം. എന്തേ? അത് നിങ്ങൾക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതിനുള്ള പ്രായമൊന്നും ഈ നമുക്കിനായിട്ടില്ലാന്ന്. പ്രായമൊക്കെ ആയിട്ടുണ്ട്. അത് ഈ ആഴ്ചയ്ക്ക് ആവുമ്പോ നമ്മൾ അറിയിക്കാം. മുണ്ടാണ്ടിരുന്നോ? അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. വെറുതെ ഇംഗ്ലണ്ടും കാർഡും വാങ്ങി കായ് ചെലവാക്കണ്ട. അവിടെ ആരെങ്കിലും മയ്യത്തായ അന്നെ നമ്മൾ അറിയിക്കാം. എന്നാ യാത്രയില്ല മൊയ്തുട്ടി. അങ്ങനെ തന്നെ. വരട്ടെ നായരെ. എന്റെ മോൻ റഹീം ദുബായിന്ന് വരുമ്പോ വല്ലപ്പോഴും താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചതാ ഈ വീട്. തൽക്കാലം ഈ ഇവിടെ താമസിച്ചോ. പക്ഷെങ്കിലേ സൂക്ഷിക്കണം കേട്ടോ, അല്ലയോ ഇന്റെ മേക്കിട്ട് കയറൂ. ഞാൻ സൂക്ഷിച്ചോളാം. എന്നാ ഞമ്മൾ പോട്ടെ. ഞാൻ ബഷീർ. നിങ്ങൾ പുതിയ തുന്നപ്പീഡിയക്കാരനല്ലേ? ഞാൻ ഇങ്ങോട്ട് നിന്നോട്ടെ? എനിക്ക് തന്നെ ചെയ്യാനുള്ള പണി ഉണ്ടാവുമോ? വേണ്ട. എനിക്ക് കുടുക്കൊക്കെ തുന്നാ അറിയാം. വേണ്ട, വാപ്പ സമ്മതിക്കില്ല. പോയില്ലേ? നിങ്ങൾ കായൊന്നും തരണ്ട. ഉച്ചക്ക് ചോറ് മാത്രം മേടിച്ചു തന്നാ മതി. ശരി, കൂടെ വന്നോ. ഉടമട്ടി കാലടിക്കും. ചെണ്ട് തിന്നാൻ വന്നവനെ നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? വെക്കവിടുന്ന്. മൂപ്പർക്ക് തുന്നാനൊന്നും അറിയില്ല. പെണ്ണുങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. തലേണര പോലെയാ തുന്ന. തലേണവർ പോലെയാ തുന്ന. മമ്മദിക്ക എത്ര നേരമായിട്ട് കാത്തിരിക്കണു. പൊന്നാനി കൊണ്ട് തുന്നിക്കാന്ന് വിചാരിച്ചാ. ഇനി പൊന്നാനിക്കൊന്നും പോകണ്ട. മൂപ്പര് കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നതാ. അസലായിട്ട് തുന്നും. ഇത് പോക്ക നിക്കാഹിനുള്ള കുപ്പായങ്ങളാ. അടുത്ത ആഴ്ച തന്നെ തരണം. അളവതലുണ്ട്. എന്നാ ഞമ്മൾ പോട്ടെ. അല്ല, എന്താ എന്റെ പേര്? അസീസ്. എന്താ നോണ പറഞ്ഞേ? കോഴിക്കോട്ടുണ്ടായിരുന്നൊക്കെ പബ്ലിസിറ്റി ആവട്ടെന്നും. നിങ്ങൾക്ക് നിന്ന് തിരിയാ സമയം കിട്ടൂല. കല്യാണക്കുപ്പായാണല്ലോ. ജമീലാന്റെ ആയിരിക്കുമല്ലേ? അനക്ക് കോളടിച്ചല്ല അസീസേ. എന്താ തുന്നാൻ അറിയോ? തുന്നിച്ച് നോക്കിയാൽ അറിയാ. തുന്നിച്ച് നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ ഞമ്മടെ വീടിന്റെ കൂടെ ഒന്ന്. അത് വേണ്ട. ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാതേച്ചി നിർത്തേ. എന്താ ഓളുടെ നാവ്? ആരാ? ഞമ്മടെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണനാരുടെ മോളാണ്. ഇവരൊക്കെ ജബാർക്ക് രാവിലെ തന്നെ ഈ കൂടി വരണ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാനാ. അല്ലാ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഈ വേഗം ഒന്ന് പുറപ്പെടൂ. ഞാനില്ല, പേടി തുറക്കണം. കുറെ തുണികൾ തിന്നാനുണ്ട്. അസീസേ, പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തമില്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം. എന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും. വേണ്ട ജബാർക്ക, ഇനി ഞാൻ കാരണം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങണ്ട. എന്താണ് ഈ പറഞ്ഞത്? ഇനി എന്നെ കണ്ടിട്ട് വേണ്ട, ഇങ്ങനെ സംഗതി നടക്കട്ടെ. എന്താ എന്റെ വിചാരം? ഞമ്മള് പോവാണ്. ഉച്ചരിഞ്ഞ് വരട്ടെ. ജബാർക്ക, എന്താണ്? കുന്നത്തങ്ങാടിന് മുഴുവൻ പരിധിതല്ലേ നിങ്ങള്? അപ്പോ നിങ്ങളോട് ചോദിച്ചാൽ അറിയാലോ. എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടാ. അനക്ക് എന്താണ്ടോ വേണ്ടത്? ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ ഞമ്മള് തരാടോ. ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളൂ, മൂജിയുടെ വീട്. മൂരിയോ? എന്താ ജബാർക്ക? കേരള ബമ്പറടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് ഞമ്മള് പറയൂല.
ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് നമ്മൾ പറയൂല. പക്ഷേ മൂജിയുടെ മോള് ആമീനാനെ നിക്കാതെ കഴിക്കാന്ന് വെച്ചാല് എന്തേ ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത്? എങ്ങനെ ഇന്ന് വേണ്ടെന്ന് വെക്ക്. എന്റെ റബ്ബേ, ഓരോ ദിവസം പോകുന്നതോറും വയസ്സ് കൂടിയാണ്. കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവല്ലേ? അല്ല ബഷീറേ, ഇതിപ്പോ ഇവിടെയാണ്? അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ജയിലില്ല, കുവൈറ്റിന് വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. ആ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാറ്, ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ? കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി, അറബിയുടെ കുപ്പായോ? ജുബ്ബ കള കൊടുക്കണോ? അത്ര ഇതുവരെ. ആ മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറിക്കണി മര്യാദ കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്റെ പറഞ്ഞല്ല. അതിനെ എന്നിട്ട് ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ് നമ്മള് വരട്ടെ, നമ്മള് പഠിച്ചോ പത്തൊക്കെ നമുക്ക്. അത് മൂത്താപ്പ. പണ്ട് ഞമ്മള് കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിന്. അനക്കറിയോ? ഹള്ള പൊന്നിയോളാ. നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ടാ നിക്കാഹ് നടക്കാൻ ഞാൻ ഓരോ പറച്ചില്. ഞമ്മടെ വായാലും നാവ് നന്നല്ലെന്നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടീശൂനെ ഇവിടെയുള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ള ഒരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചു തരൂ. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ഇതാ കുപ്പായത്തിന്റെ അളവ്. മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് ഞമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് ഞമ്മളെ നിസാങ്കാറിൽ കയറ്റി ഫുൾ സ്പീഡിൽ ഓട്ടിച്ച് വരികയാണ്. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരികയാണ്. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ വീഴുകയാണ്. സ്ഥലത്തുനിന്നും അടുത്തുനിന്നും പല ബെൽപ്പത്തിൽ. അതൊക്കെ വെട്ടിച്ച് 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 ഞമ്മൾ സൗദിയുടെ ബോംബിലെത്തി. അതാണ് ഞമ്മൾ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു ഞമ്മൾ ബ്രേക്കും കാരണം കേട്ടോ കൊട്ടാളി. ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തൊക്കെ രോമം എണീച്ച് നിൽക്കണ്. ആരെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച്. ഓ ആരാണെന്ന് ചോദിക്കുന്നായരെ? ആരാണ് നിങ്ങൾ പറയും? അതാണ്. ആ എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ ആർ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പത്തിന്റെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാൻ ചോദിക്കാണ്
യു ഇന്ത്യൻ കൺട്രി ആഹാ. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ച ഒറ്റ വിടല് വീട്ടുക. മീനിപ്പം വില വളരെ കുറവാണല്ലേ ഇത്? കുറവായാലും കൂടുതലായാലും കണക്കാ സീസിന്റെ പോ. അല്ലല്ലേ എന്ത് നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി ആനെ കണ്ട് കെട്ടിയോൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചിലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാ ഈ പറയണു ചെയ്യണു. അല്ല മനസ്സിലായില്ല. എന്ത് തെണ്ടിത്തരോ? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജാക്കലാണ്. ചാവും പകലും പട്ടിനെ എന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മൾ ആളല്ലേ? നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലും എന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ, നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ, അല്ലേ? ഒരു 18 മനസ്സപ്പൊ നീ ഞമ്മക്ക് ഇത്തിരി നീങ്ങിയിരുന്നോ? അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കുമെന്ന്. നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കുവോ? ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ വെക്കും. അറിയാം മോനെ, ഒന്ന് അങ്ങോട്ട് മാറി, നമ്മളൊന്നും അങ്ങോട്ട് പോട്ടെ. ഇന്നലെയും വിളിക്കണേ നിൽക്കാന്. നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ കേട്ടാ. അന്യം വിളിക്കട്ടെ കേട്ടോ മോനെ. പോട്ടെ. ആ എന്തായി ജബാർക്ക? ഒരു ദിവസം കുന്നന്തക്കാരിക്കാർ ഒരു വാർത്ത കേൾക്കും, ജബ്ബാർ ഒരു പെണ്ണുമായിട്ട് കടന്നു കളഞ്ഞെന്ന്. അതുവരെ കളിച്ചിന്റെ ഉമ്മ നോക്കിച്ച. പരപ്പരം കളിക്കാരെയും പിടിച്ചില്ലേ? കാണുന്നവരൊക്കെ എനിക്ക് പിടിക്കാഞ്ഞിട്ട്. ജബാർക്ക രാവിലെ പറഞ്ഞില്ലേ എന്ത് ഹൈദ്രോസിക്കാരുടെ മോടെ കാര്യം? എന്താ അവളുടെ പേര്? ആമിന അല്ലേ? എന്തേ എനിക്കാലോചിക്കണ? ദേ ചന്തയിൽ അവളുടെ ബാപ്പയുണ്ട്, മൂരി. ചെന്ന് ചോദിച്ചാ മതി, അപ്പ കിട്ടും. ഈ പോലീസിൽ കേസ് കൊടുക്കില്ലേ? എന്നാ കൊടുത്താ അയ്യട എന്നെ വാനിൽ കയറ്റി കൊണ്ടുപോകണത് കാണാൻ പൂതിയാവണല്ലേ? അതാ പന്നിന്റെ പോലെ. ആരാ? ഞാനാ. വാതിൽ തുറക്ക്. നീ എന്താ രാത്രി പുറത്ത്? വാതിൽ തുറക്ക, പറയാം. കേറ്. ഒരാളുകൂടെ ഉണ്ട്. ആരാ? കേൾക്കോ? പക്ഷേ തുണി മാറ്റാൻ മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ് ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ?
കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ പക്ഷേ? ആ കാട്ടുമാക്ക മമ്മദിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. അതെന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിന എങ്ങനെ? എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ. നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മൂര് ഹൈദ്രോസ്. എന്റെ അസീസെ ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാനാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയില്ലെങ്കിലും പൊൻകുടമിന്ന് പൊന്നിൻകുടം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസുര താരാനായ കുശേഖരം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീന്? ഏതാമീന? ഹൈദ്രോസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ ഇതിനപ്പം രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും. അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പ എടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ. ചെല്ലേ. ദൂരാരുണ വിഗ്രഹം കുഞ്ഞളവി വന്നു എന്ന് കേട്ട് കാണാൻ പറ്റില്ല. വന്നതല്ല, നമ്മൾ രക്ഷപ്പെട്ടതാ. വരി. നിങ്ങക്ക് ഇത്തിരി കായ് തരാനുണ്ട്. ചേടാ, അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ? കായിനിപ്പോ ഇത്തരഞ്ഞിരിക്ക വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ല അലവി. ഹൈദ്രോസിക്ക, നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിച്ച്. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി. ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളൂ, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണേ? സ്വിച്ചാണ്. ഇങ്ങോട്ട് അതെ, ഇപ്പഴും ഇങ്ങനെ നെറ്റി കൊടുത്താൽ മതി. ഇതാ ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ അറിഞ്ഞട്ടെ. ഹൈദ്രോസിക്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മളെടുത്ത് വരും, നാളെ എടുത്തു വരും. അതൊരു ബിസിനസ്സാ. മനുഷ്യനാണ് വലുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട്
നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കായുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. അസൂയക്കാര് പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ നമ്മൾ വരട്ടെ. ആ ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായം ഇല്ലാന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പുന്നാരമോള് തുന്നിച്ചോ. എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി, ഉയ്യ എണ്ണണ്ട. ഹൈഡ്രോസ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ എനക്ക് വിവരം വേണ്ടേ? ഹൈദ്രോസൊക്കെ അങ്ങോട്ട് വരുന്നു. ആമനാക്കൊരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ വരാം. എന്താണ് മൂലി വന്നിട്ട് പോയ വല്ല കുഴപ്പമുണ്ടാ? ജബ്ബാർക്ക, അത് ആരുടെ തുണിയാണെന്നറിയോ? ആരുടെയാ? ആമിനാത്താത്തന്റെ. അസീസേ, ഞാൻ അസീസ്. എന്താ? ഹൈദ്രോസൊക്കെ ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ? തുന്നിക്കോളി. അതല്ല. എന്താ അച്ഛാ, വേഗം പറയ്. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? സാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ചു തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ? ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എന്താ വെച്ചോ. അത് ശരി. അല്ല, അതിന് കായ് വല്ലതും വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. കുപ്പായം ആമിനക്കല്ലേ? ചോദിച്ചാ മതി. ഇവിടില്ലേ? ഓൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. ആമിന, ആമിന. ഉമ്മ, ധാരാ നോക്കിയേ. എവിടേക്കാ രാവിലെ? ഞമ്മള് പോവാ. ഇനി 10 ദിവസം കഴിഞ്ഞേ വരൂ. കുടി കിട്ടിയാ? 10 ദിവസോ? എങ്ങടാ? ഒരു ഇന്റർവ്യൂ. എവിടെ? തിരുവനന്തപുരത്താ. നമ്മളിവിടെ ഒറ്റയ്ക്കാവും. ആമിനക്കുട്ടി വരുന്നു എന്റെ കൂടെ. എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് വരാം. അവിടെ കടലുണ്ട്, കാഴ്ച ബംഗ്ലാവുണ്ട്, മൃഗശാലയുണ്ട്. അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല. ഉമ്മ പോവാ അത്ര. 10 ദിവസം കഴിഞ്ഞ് വരുമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. പണി കിട്ടിയ രാധക്കുട്ടിയും പോവും. ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ. എന്റെ ഉമ്മയെ ആമിനെയും ഞാൻ മറക്കുവോ?
ഈ ഉമ്മയുടെ കൈത്തണ്ട് പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. ഞാൻ കാരണം എത്ര തല്ല ആമിനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രസുക്കേടെ അടുത്തുനിന്ന്. ഞാനൊന്നും മറക്കില്ല കേട്ടോ. പോട്ടെ, അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും. ആരുമില്ല ഇവിടെ. ഉമ്മയില്ല, ബാപ്പ ബാപ്പയും ഇല്ല. ആമിന, കുപ്പായം തുന്നിക്കഴിഞ്ഞില്ല. കയ്യുമ്പോ കൊടുത്തയച്ചാ മതി. നിങ്ങൾ പൊയ്ക്കോളിനും. ആമിനക്ക് വലിയ പേടിയാ. ബാപ്പ വന്നാ ആമിന, ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കുക, എങ്ങനെയാ ആമിനന്റെ കുപ്പായം തുന്നുകയാണ്. ആമിന നോക്ക്, ചന്തല്ലേ? ഇതിലേതാ ഇഷ്ടം? ഞമ്മക്കറിയില്ല. ആമിന പറയാതെ ഞാൻ പോവില്ല. എന്താ, ഇഷ്ടമല്ലേ? നേരാവണു. ബാപ്പ വരും. പറയാമന, ഇഷ്ടം എന്നൊരു വാക്ക് പറഞ്ഞ. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. എന്റെ കൽബിലെ ആമനയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട ആമനയ്ക്ക്. ആരാ ഇത്? ഞാനാ മോനെ, വാതിലോർക്ക്. എന്റെ അസീസെ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങള് രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസെ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസെ, അവൻ തമാശ പറയണതല്ലേ അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. ഇവിടെ മേല് പിടിച്ച് ഞെക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷെ? ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത്. അന്തിയായ ചാരാക്കുപ്പിയായിട്ട് അത് കള്ളുകൂടി എന്ന ആരുടെ കൂടെ. മാഷേ, പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തന്നെ അധിക്ഷേപിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി. ഈ കുന്നത്തങ്ങാടി ഒരു കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ.
ആശിഷുക്ക, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എഴുത്തച്ഛന്റെ വീട്ടിലെ തുണി തുന്നി കൊടുക്കണ്ടേ? പണ്ടാറടങ്ങ. ഉമ്മാ, ദേ ഇതിനകത്തൊരു കടലാസ്. തുന്നക്കൂലിയുടെ കടലാസാവും. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താൻ തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലല്ലേ കത്താന്നറിയോ? ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്ന തുണി പോരാന്ന് പറഞ്ഞ്. എന്നിട്ടെന്റെ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. കള്ള ബലാലോട്ട് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. പദ്യം അല്ല, ഇവിടെ. വിപരീതപദവാ. ആ മിടുക്കി. വിപരീതപദം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടിയുന്നല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ലേ വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോണോ? എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, നിന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. എന്താ പന്നി എന്നോടാ ചോദിച്ചത്? എന്താന്ന്? അറാം പറഞ്ഞോനെ, ഈ എന്റെ മോക്ക് കത്തയിട്ടു അല്ലേ? അന്ന ഞാൻ അടിച്ചു പൊളിക്കണോ?
ഇത് പൊളിക്കടയല്ല. പോയി ഓനെ വിട്ടേക്ക്. ഓ പാവാ ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വേണ്ട വേണ്ട, ഈ നിങ്ങളാരും ഇടപെടണ്ട. ഹൈദ്രോസുക്ക, എന്നൊന്നും ചെയ്യരുത്. എനിക്ക് അവനെ നിക്കാ ചെയ്ത് തരണം. എന്തിട്ടേ പറഞ്ഞേ? ഒന്നുകൂടെ പറയേ. ഹൈദ്രോസെ, അവൻ പൊക്കോട്ടെ. വെറുതെ അവനെ കൊന്നിട്ട് നീ എന്തിനാ ജയിലിൽ പോണത്? പൊയ്ക്കോ പന്നി സുമറേ. നീ എന്നെ ഈ കുന്നത്തങ്ങാടി കണ്ട എന്റെ മയ്യത്താ. ഹൈദ്രോസിന്റെ മോളെ കെട്ടാൻ വന്നിരിക്കുന്നു. ഹിമാൻ പറ. അസിസേ, ഒരു ചെഴുത്താനാ. അന്നെ ഇപ്പോ പടച്ചോൻ കാത്ത്. അനക്ക് വല്ലാണ്ട് പറ്റുമോ മോനെ? സാരമില്ല, ഞാൻ പോവാം അമ്മ. നീ എവിടേക്കാ പോണത്? കുന്നത്തങ്ങാടി എന്താ ഓന്റെ വാപ്പയുടെയാ? പടച്ചോനെ, ഞമ്മളൊരു പെണ്ണായി പോയല്ലോ. കൈ അങ്ങനെ സരിക്കുക. ആണായിരുന്നെങ്കിൽ ഓനെ തല്ലിക്കൊന്ന് പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടോട്ടേക്ക് പോവാ? വാപ്പ എന്നെ കൊല്ലും. ഇങ്ങനെ എല്ലാരും പേടിച്ച് എങ്ങനെ കയ്യ? മോനെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഉസിരൊക്കെ വേണം. ജനിച്ചു കഴിഞ്ഞാ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. പിന്നെ ആരെ പേടിക്കാൻ എന്റെ മോനെ? ആമന, ആരാ? ഒച്ച ഉണ്ടാക്കണ്ട. ഞാനാ അസീസ്. ഞാൻ പോവാ. എനിക്കറിയാം ആമനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല. ആമനെ വായിക്കണം. എന്റെ പൂതിയാ. വായിക്കൂലേ? ആമനന്റെ ബാപ്പതല്ലേതാ? സാരമില്ല, ആമനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. വിജയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ട് കേട്ടോ അവിടെ. അതെ അതെ, വരണം വരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമാൻ നാസറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും കുന്നത്തങ്ങാടിയിലെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാന്യരെ, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മനോഹര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ഇടയിൽ ഒരു കത്ത് വായിക്കാൻ പോലും കഴിവില്ലാത്തവർ എത്രയോ ഉണ്ട്. ഒരു ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സങ്കടകരമായ സ്ഥിതിവിശേഷം മാറണം. അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഞങ്ങൾ ആരംഭിക്കുന്ന സാക്ഷരതാ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവർ അവരെ ബോധവാന്മാരാക്കി പങ്കെടുപ്പിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. കുട്ടി എന്താ എപ്പോഴും ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പഠിച്ച വായിക്കാൻ ആരുടെയും സഹായം തേടണ്ട.
സ്വയം എഴുതാൻ പഠിക്കണം. എന്താ, പഠിക്കില്ലേ? ആ, കുഞ്ഞലവി വരും. ഓന്റെ അടുത്ത് നമ്മള് ബാണിയംകുളം ചന്ത കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ നാസർ. മനസ്സിലായി. ആളുകളെ പേപ്പിക്കാൻ നടക്കണം. ആനക്കൊന്നും വേറെ പണിയില്ലേ. ഒരു നല്ല കാര്യത്തിനല്ലേ. ഇവിടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാന്ന്. പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഐദോസ്കയും പഠിപ്പിക്കാം. അയ്യടാ, നമ്മൾ കണക്കൂട്ടിന് എന്തി അനക്ക് പറ്റുമോ? ഐദോസ്ക അത് മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം. ഐദോസ്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ എന്റെ കൂടി 45 കൊല്ലമായിട്ട് മുഖത്ത് നോക്കി ഒരുത്തരും ചോദിക്കാത്ത ചോദ്യ അടയ്ക്ക പോലുള്ള ഈ പഠിക്കണമെന്ന് ഹൈദ്രോസിനോട് കടന്നു പോവാൻ. ഉമ്മ, എല്ലാരും പഠിക്കണ്ട്, എനിക്കും പഠിക്കണം. നീ വിഷമിക്കണ്ട, അന്റെ മോഹല്ലേ, നമ്മൾ വഴി ഉണ്ടാക്കാം. മാഷേ, മൂപ്പര് പറഞ്ഞോണ്ട് മാഷ് ഒന്നും വിചാരിക്കരുത്. സാരമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാ. മാഷക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ആമിനിക്ക് പഠിക്കണമെന്നുണ്ട്. ക്ലാസ്സിൽ വരാൻ കഴിയൂല. അതറിഞ്ഞ ഓളെ മയ്യത്താക്കും. മയ്യത്താകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? അപ്പോ നാളെ മുതല് ഇന്നലെ മാഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ സുബഹി ബാങ്ക് കേക്കട വരെ ഓൾ ഉറങ്ങിയിട്ടില്ല. ആമിനിക്കെന്താ, പേടി തോന്നുന്നുണ്ടോ? പഠിക്കുന്നത് വാപ്പ കാണുന്നുള്ള പേടി ആദ്യം കളയണം. അത് കണ്ട എന്താ ഉണ്ടാവുക? നമ്മളെ കൊല്ലും. കൊല്ലട്ടെ. ആമിന, എഴുതാനും വായിക്കാനും അറിയാതെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയല്ലേ. ആമിന, ഇതാ ഇനി ഇതിലുള്ളത് എഴുതി പഠിക്കണം. ഇപ്പൊ കൊച്ച വിചാരേ ഉള്ളൂ. എന്തെങ്കിലും പണിക്ക് പിടിച്ചാ പെണ്ണ് വിളിക്കേക്കണ്ടേ? അതെ, ഇപ്പൊ ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള ധൈര്യമായി ആമിനയ്ക്ക്. മാഷക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഏയ്, ഇവിടെ ക്ലാസ്സിൽ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമാണ്. കുറച്ച് താമസിക്കുന്നു മാത്രം. പിന്നെ ബുദ്ധിയുള്ള ഒരു കുട്ടിയുണ്ട്, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ആരെങ്കിലും കാണുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ആ, ഇതെന്റെ ആദ്യത്തെ അനുഭവമാ. പേടിന്റെ താക്കോൽ. അസീസേ, ഐദ്രോസ് നിങ്ങൾ ബേജാറുണ്ടാ, താക്കോൽ വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ആമീന സൈലേഷ്. അസീസേ, ഇവൻ ചായനാ വന്നത്. നീ ഒന്നും മുണ്ടാണ്ട് കുത്തിരിക്ക് വാസു. ഓൻ പാവാ. എന്നെ ഇരുത്താനല്ലേ വൈതുക്ക? അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? എന്ന് പറയടാ നിന്റെ മൂരിയോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂരി 5 ദിവസം വിലവനായിരിക്കും. കുടിയും ഇവൻ ശരിക്കും മൂരി തന്നെയാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളി കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ
തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചവനായിരിക്കും. നീ ഉറിഞ്ഞു പിടിച്ചിരിക്കുന്നേ കണ്ടാത്തന്നോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമി കണ്ട അതൊന്ന് വീശിയാ മതി, 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിന്നിപ്പോ എന്താ ചെയ്യാ? ഇക്കുളത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാനറിയോ? ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം പോയി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുവറോളെ, നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോടാ കള്ള ചെക്കൻ. കുറെ നേരം തുടങ്ങിട്ട് നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാവരും പോകാനല്ലോ നിങ്ങൾ ഐദ്രോസ്കാരം കൊണ്ട് പോ. വീട്ടിൽ കൊണ്ട് നിങ്ങളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ, ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നാടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താടാ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് കേട്ടേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോള. എന്റെ റബ്ബേ, ഒരു കുപ്പായം തുന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കച്ചറയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരെടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ 2 എണ്ണം. എന്റെ ആമനോ ഒയ്യൊന്ന് കണ്ടതാ. അന്റെ പേരാവും പീഡയ്ക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പച്ചെങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ, അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി എടുത്ത ഞമ്മള് റേഷൻ മേടിച്ചിട്ട് തരാം. ഈ എന്തിനാ പേടിക്കണ്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? എന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ. ആ ചെക്കന് ഇന്ന് വെച്ച ജീവന. വാടാ. 1 2 3 4. എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6. നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാം. 4 5 6 7 7 8. എനിക്ക് തലകറങ്ങണോ? 8 7. അള്ളാഹു 2 ദിവസം 5 ദിവസം. നാടാ ഇരി, ഇരി. One, two, three,
ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനവിടെ അസീസ് ഇനി ഇവിടെ മറ്റേ വന്ന ഷെയ്ത്താൻ ആര്? മൂരി. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസേ, അസീസേ. അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരു പക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി മലത്തിന്നും വരും, യാതൊരു സംശയമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്, അതെന്നെ ഞാൻ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്നാ? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേട് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദെ? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടോ എങ്ങനെ വിളിക്കാം. മനസ്സിലൊരു തോന്നൽ, ആമിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവും. നമ്മൾ എഴുതാൻ പഠിച്ചത് മാഷക്ക് എന്നെ വിശ്വാസം പറഞ്ഞില്ല. ദാ നമ്മൾ ഉമ്മാന്റെ പേര് എഴുതട്ടെ. ആ, ഇതപ്പ എന്റെ പേര്. നീ പോയി ആരും ബന്ധം നോക്ക്. അനക്കെന്താ വേണ്ടത്? അനക്ക് വേറെ പണിയില്ലേ? ഒരു പ്രാവശ്യം ചാവാതെ രക്ഷപ്പെട്ടത് അന്റെ വാപ്പയുടെ ഉമ്മയുടെ ഭാഗ്യം. ഉമ്മ, ഞമ്മക്ക് നാണത്തിനുണ്ടാക്കാനല്ലേ ഈ ആ പോർട്ട് തൂക്കിയിരിക്കണത്. ഈ വിചാരിക്കാൻ പറഞ്ഞ് നടക്കാൻ പോണില്ല. ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കുക. ഒന്നും പറയണ്ട, ഇവിടെ നിക്കണ്ട. ഒയ്ക്കോ, മൂപ്പര് വന്നാ വക്കാനാവൂ. ആ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ തുണിയൊന്നുമില്ല തുന്നാൻ. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മളെ മഞ്ചേരി മദീന ഹോട്ടലിലെ മെയിൻ കുക്കറല്ലേനോ? അത് വെറും സൈഡ് ബിസിനസ്. മെയിനി കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചോണ്ട് വല്ല കാര്യമായിട്ടുണ്ടോ? ആ അസീസേ,
പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ ഒന്ന് നിർത്താൻ. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്രയും കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. എടോ, മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവാസി സിരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് വെറുതെ ഉടക്കാൻ ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ, ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്ക്. ഓൻ നിങ്ങളോട് വിട്ടാൻ ധൈര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസം മുണ്ടാണ്ടിരിക്കും. ഓന് നഷ്ടമൊന്നുമില്ല എതിർക്ക. അങ്ങാടി കൂടെ തലയുയർത്തി നടക്കാൻ കഴിയണ്ടേ? മലപ്പുറം മൊയ്തീന്റെ ബീര്യം കിട്ടും മതിയായി. ആരാ എന്നോട് പറഞ്ഞത്? ഈ ആ നായരുടെ ചായപ്പിനെ കയറി നോക്ക്. ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം. ഹൈദ്രോസ് ഖാന്റെ പേര് കേൾക്കുമ്പോ ബെരക്കണവരിപ്പോ ആ ബോർഡാണ് നമുക്ക് നടക്കണം. ബോർഡല്ല, ഓന്റെ പീടിയെ നമ്മൾ തകർക്കും. ഓൻ കുന്നത്തങ്ങാടിയും ജീവനോടെ പോവില്ല. ഹൈദ്രോസേ, ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ആ അസീസ് നിങ്ങളുടെ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ കണ്ടു. പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മളൊക്കെ നാട്ടുകാരാ. അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീമ്പിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന്. പണ്ടാരടങ്ങുന്ന ആരാണ് ഈ നേരത്തെ? എന്താണ്ടി രണ്ടിനും കൂടി കെട്ടിയെടുത്തും കൂടെ കൊണ്ടുവന്നിക്കണ്? ബാപ്പാ, നിങ്ങൾക്ക് തീരെ സുഖമില്ല. അന്റെ ഉമ്മക്ക് എന്നാണ്ടി സുഖമായിട്ടുള്ളത്? അന്നെ പെട്ടെന്ന് തുടങ്ങിയല്ലേ പണ്ടാരടക്കണെങ്കിൽ ബലിക്കല്? ആസ്മ അധികം അയക്കണ്. ഉമ്മ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാ, ഒരു 100 ഉറുപ്പിക തരാന്. നാട്ടില് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാ. എന്റെ ഉമ്മാക്ക് സ്പെഷ്യലായിട്ടൊന്നുമല്ല. പോയി ചത്തുവിട്ടിട്ട് എന്നാ എല്ലാരും ബുദ്ധിമുട്ടും തീരും. ബാപ്പാ, അവിടെ നിർത്തി ഞമ്മക്ക് ഇനി ആപിടിയാക്കണ്ട. രണ്ടിറങ്ങി ഇനി പോടി അവിടുന്ന്. എന്താ നോക്കണ്? ഇനി ബാപ്പാന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ കാര്യം പറയും. ഈ പണി ഇങ്ങോട്ട് കയറിപ്പോയത് എന്തായാലും നോക്കിയിട്ട് പോടി. അബലി കയറി തരി. നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. എന്തേ, പൈസ വല്ലതും വേണോ? മടിക്കണ്ട, പറഞ്ഞോളി. അങ്ങാടി നടന്ന കച്ചടയൊക്കെ നിങ്ങളും കണ്ടതല്ലേ. ഇപ്പൊ ഞമ്മക്കും ബാസിയാ. പണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, അന്ന് ഞമ്മളൊന്നും പൊട്ടിയില്ല. ആ, ഒക്കെ ഓളുടെ നസീബായിരിക്കും. ആമിനാനെ ഇങ്ങക്ക് നിക്കാഹ് കഴിച്ചെന്ന എന്താണെന്ന് ഞമ്മക്കൊരു തോന്നല്. വെറുതെ നേരം വൈകിക്കണ്ട. ഇനി ഇങ്ങക്ക് ഞമ്മക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്നാ ഞമ്മളതങ്ങ് ഉറപ്പിക്കുക. നിക്കാഹ് കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്. എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ. എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ആനൊക്കെ വിവരം വേണ്ടേ? നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓൾ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോളുണ്ട്, ആമിനന്റെ അത്ര. അതിനെന്താന്ന് ഓ ആണല്ലേ ഓനെ വിടുക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും തള്ളിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. എന്റെ സമ്മതം ചോദിച്ചായി ബിലീശേ, മുന്താണ്ടിരുന്നു വടക്കോയി കൂവണ്ട. മോളെ, എനിക്ക് നിക്കാഹ് വേണ്ട ഉമ്മ. നമ്മൾ നിക്കാഹ് കഴിക്കൂല. അനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മോളെ.
എന്തിരിട്ടേയി പറഞ്ഞു? ഒന്നുകൂടെ പറയ്. അനക്ക് നിക്കാഹ് വേണ്ടാന്ന? വേണ്ട ബാപ്പ. മോള് കുട്ടിയല്ലേ, വല്ലതും പറഞ്ഞെന്ന് വെച്ച്. നീ കെട്ടാൻ പോണത് കുഞ്ഞാല മീനയാ. എന്തേ അനക്ക് പിടിച്ചില്ലേ? അനക്ക് പിടിച്ചില്ലേ? മോള് കെട്ടിക്കോളും, നിങ്ങളൊന്ന് വിടുന്നു. ഇവിടെ എന്തെങ്കിലും ഇറങ്ങാറുണ്ടാക്കിയ നിന്റെ സ്വഭാവം എനക്കറിയാല്ല. ആരില്ലാത്തവർക്ക് പഠിച്ചനുണ്ട് മോളെ. മോള് കളയല്ലേ. എടാ ജബ്ബാറേ, ഈ എവിടേക്കാടാ ഇന്ന് പെണ്ണ് കാണാൻ പോണത്? കൊയിലാണ്ടിക്ക്. കൊയിലാണ്ടിക്കാ? ആ, ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കൊയിലാണ്ടി പോയിച്ച പെണ്ണ് ഈ കാണുന്നു. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ ചേല് കാണല്ല. എന്താണ് എനിക്കൊരു കുറവ്? കുറവെന്താ പോയി നോക്ക്. എനിക്ക് വേറെ പണിയിടുന്നു. ഓ, എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ല് വരുന്ന്. എവിടെ? ഈ ഉമ്മാക്ക് വേറെ പണിയില്ല. തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ. ഈ ഒന്ന് പോടാ. കുന്നത്തങ്ങാടിയിൽ ആണുങ്ങള് മീശയും അടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ. ആണുങ്ങള് മലപ്പുറത്തുനിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കം വരണ്ടി വന്നു. ഇയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി. ഉമ്മുമ്മ വെറുതെ പെരുകേറ്റല്ലേ. അനക്ക് വേണ്ടില്ല അസീസേ. ഈ ബോർഡും തൂക്കി പിടിച്ചിരുന്നാ മതിയാ. ഓളെ കെട്ടണ്ടേ? എപ്പോഴാ ഓളെ കടത്തിക്കൊണ്ട് പോണേ? എപ്പോഴാന്നാ? അസ്സലാമലൈക്കും. നിങ്ങൾ വരി. ഇത് പോയി. ആരപ്പ ഈ തോട്ടിക്കോലൻ? കേമായിട്ടുണ്ട്. തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട്. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീന. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പഠിച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കുക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. മജീദ, നീ വീണോ? ഇല്ല, ഞാന് നിങ്ങൾക്ക് പുഴക്കട അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. എവിടെ പത്നിയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലെന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. തീരാണ് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങള് രണ്ട് പന്നിയോളും തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെയെ ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പോഴാ മലപ്പുറത്തേക്ക്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലിൽ മുട്ട അടിച്ചിട്ട്. അതിനെന്താ, കുളിച്ചിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ അതിന് പൂവൻ കോയിനൊക്കെ മേടിപ്പിക്കാം. മൊയ്തീനിക്ക, വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കക്ക് വിശന്ന് തുടങ്ങില്ലേ മൊയ്തീനിക്ക? അതൊക്കെ എനിക്കറിയാം. ഞാനായിക്കൊണ്ട് നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോയിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്കി. കോയിനെ മേടിച്ചോണ്ട് വാ. അല്ല, വെള്ളം ചൂടാക്കാൻ. ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കണ്ട കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഈ വെക്കോ പോവാൻ. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലച്ചാണെന്ന്. ഈയും കൊടുക്കും. ഈ ഒച്ചപ്പെടും മജീദ്. അല്ല, ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ?
ഒരു കാര്യം ചെയ്യ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി 2 പൂങ്കോയിനെ മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. മലപ്പുറം പോയി അങ്ങാടി പോയി കോയിനെ മേടിക്കേ. മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ഈ ഇടങ്ങറായല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദേ, ഈ എങ്ങനെ ദയല്ലാത്തവനായാലോ? ആ പെരിച്ചായി കോഴി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി മൊയ്തീനിക്ക, മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ? എന്തേ ധൃതി? ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം. ഇന്റെ അല്ലാ. മൊയ്തീനിക്ക, ഇരുട്ടാണ്, ടോർച്ച് മണിയെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ഞമ്മള് പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക, ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അതിങ്ങനെ നോക്കണ്ട. ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്ന മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ് ഖാന്നും വിളിക്കും, ജമാൽ ഖാന്നും വിളിക്കും, പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നത്. ഈ പോയിട്ട് ആരാച്ചാ നോക്കിയിട്ട് വാ. നിങ്ങളിത് തിണ്ടിന്ന്. ആരാ മജീദ് ഖാൻ ബസ്സിൽ വന്നു? നിങ്ങളെന്താ മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്. അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ബയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം സ്ഥലം കാര്യാക്ക്. ഞാൻ വേഗം സ്ഥലം കാര്യാക്കാനാ പറഞ്ഞത്. ചെല്ല്. മോനിക്ക ശരീരേ ഉള്ളൂ, കണ്ടാമൃഗത്തിന്റെ ഇടക്ക് ബുദ്ധിയില്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ അല്ലാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടില്ലേ, ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. ഇതെവിടെ നിങ്ങൾക്ക് പറയണ പന്നളെ? അത് ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാട്ടി മരത്തി നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അന്റെ മൊയ്തീൻ ഉറുമി കുറിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്ന് ഇല്ലേ? എവിടെടാ അവൻ? എതെങ്ങാറായില്ലപ്പോ അഞ്ചു ഓരോ ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീനിക്ക, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. മൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീനിക്ക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മടിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. തമ്പുരാനെ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. വീണത് നമുക്ക് വിദ്യയാക്കാം. അല്ല, നിങ്ങളുടെ വിദ്യ കൊണ്ട് ഓൻ ബിയാൻ പോണെന്ന്. എവിടാ ശൈത്താൻ? എവിടാ മൂരി? ഓനാ ചന്തപ്പരെ കാണുന്നേ. നിങ്ങൾ വരി. ഉച്ചിരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ മൂരി. മലപ്പുറം മൊയ്തീനെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. ചൊനണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീനെ ഈ അറിയില്ല അല്ലേ? എന്താണ്ടാ കുഞ്ഞാനെ?
മൊയ്തീൻ വന്നില്ലായിരുന്നെങ്കിൽ നോക്ക് എങ്ങനെ മൊയ്തീനെ അവിടുന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കള്ളി വെച്ചിട്ടാവും. നീ ഒരു അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറ്റും. ചെല്ലി വേഗം വെച്ചു. കണ്ടോ എന്തായത്? ഇവിടുത്തെ ക്രമസമാധാനം ചെയ്യാൻ പറ്റില്ല. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ എന്ത് പണിയായി കാണിച്ചു? പഞ്ചായത്ത് ഇതാ പൂഴിക്കടകൻ. മനസ്സിലാവും. ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ, കണ്ണിൽ വന്നവരില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? എന്ത് കുണ്ടം ചെയ്തെന്നായി പറഞ്ഞേ? എടാ എന്റെ അടിമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല വരെ എന്റെ അടിമാലി ഈ വാഴ വന്നത്. വൈദ്യനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടൊരു ഇടികൊണ്ട് ശരീരം സൂക്ഷിച്ചോണം. ഇന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇത്ര കുരുത്തുള്ളവൻ വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തെ കൂടെ എന്റെ കൂടെ. ഇന്റെ എല്ലാ അനുഗ്രഹവും തികഞ്ഞു കിട്ടിയവനാണ്. അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കണം. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ. ശിഷ്യന്മാരാരും മോശക്കാരല്ല.
ഓൻ ആ മൂരി ഹൈഡ്രോസിനെ ഇടതുവശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന പകരം പൊങ്ങി അമരിയല്ലേ ചെയ്തത്. മജീദേ, യാദവിന് നിന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലുമില്ല. ആ രാധക്കുട്ടി എപ്പോഴാ വന്ന്? ഇന്നലെ രാത്രി. അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. എന്താ ഉമ്മ ഇത്? ആമിനെക്കുട്ടിയെ കുഞ്ഞിലേക്ക് പിടിച്ചു കൊടുക്കുക? ഉമ്മയും സമ്മതിച്ചിട്ടാ ഇത്? നമ്മൾ സമ്മതിക്കോ മോളെ? ഈ അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ കച്ചറുകളൊക്കെ? ആ എന്തെങ്കിലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിനൊന്നും പടച്ചോനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ഈ കല്യാണത്തിന് ഉമ്മ സമ്മതിക്കരുത്. എല്ലാം പഠിച്ചു മാഷേ. ഇനി നമ്മൾ കാണാണ്ട് പറയട്ടെ. ശരി. താമര പൊയ്കയില് പൂവുണ്ട്, പൂവിന് അയകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ ബണ്ടുണ്ട്, ബണ്ട് മുരണ്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മാഷ് കളിയാക്കുന്നു? കളിയാക്കിയതല്ല, അക്ഷരങ്ങളോട് കുറച്ച് ദയ കാണിക്കില്ല ആമിന. ബണ്ടല്ല, ബണ്ട്. ഈ ബണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം കെട്ടി നിർത്തില്ലേ, അതിനാണ് ബണ്ടെന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ ചൊല്ലാം. താമര പൊയ്കയിൽ പൂവുണ്ട്, പൂവിനഴകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ വണ്ടുണ്ട്, വണ്ട് മുരണ്ട് വരുന്നുണ്ട്. ആ വണ്ടിനെ സൂക്ഷിക്കണം. തേൻ കുടിക്കാൻ സമ്മതിക്കരുത്. എപ്പോ വന്ന്? ഇതാ നമ്മൾ പറഞ്ഞ രാധ അല്ലേ? ഞാൻ അറിയാം. നാസർ മാഷ് ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഉമ്മ വിളിക്കണം. ആമിന നടന്നു, ഞാൻ വരാം. ആമിനയുടെ മാഷെ ഒന്ന് പരിചയപ്പെടട്ടെ. മാഷെ, എങ്ങനെയുണ്ട് ആമിന? വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിട്ടും ആമിന എന്താ പഠിക്കാഞ്ഞത്? സാഹചര്യങ്ങൾ അങ്ങനെയാ. കുറച്ചൊക്കെ മാഷിനെ അറിയില്ലേ? ആമിനയ്ക്ക് നല്ല ഗ്രാസ്പിംഗ് ആണ്. രാധ വിചാരിച്ചാൽ ആ കുട്ടിക്ക് ഇനിയും പഠിക്കാൻ കഴിയും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ദൗത്യം കഴിയും. അപ്പോ മാഷ് പോവണോ? ആ, ഞായറാഴ്ചയോടെ എന്റെ ക്ലാസ് തീരും. മാഷെ, പറയണോണ്ടൊന്നും തോന്നരുത്. ആമിനെ ആ കുഞ്ഞിലവയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. സുഖം എന്താണെന്നറിയാത്തവളാ ആമിന. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയാ അവക്ക് രക്ഷ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാഷെ കണ്ടത്. മാഷൊരു പുരോഗമന ചിന്താഗതിക്കാരനല്ലേ? ഒരുപാട് സ്വത്തും മുതലും ഇല്ലെങ്കിലും ആമിന നല്ല കുട്ടിയാ. നിങ്ങൾ നല്ല ചേർച്ചയാ. എനിക്കറിയാം ആമിനക്കുട്ടിക്ക് നല്ലതേ വരൂ. മാഷ് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് മതി. ഏതായാലും അസീസിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് ഈ അടവിൽ ഏത് പെണ്ണും വീണുപോകും, ഞാൻ ഉൾപ്പെടെ. പിന്നെയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ആമിന. ആമിനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. വീണിരിക്കുന്നു. ആമിനയ്ക്ക് അസീസിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. വന്നതിന് ശേഷം കാമുകയെ കാണാതിരുന്നത് ഭംഗിയായില്ല. പോയിരുന്നു. ഉമ്മ വാപ്പ ഒക്കെ തടസ്സങ്ങളാണ്. അതൊക്കെ അതിജീവിക്കണം. അതിനല്ലേ ഗുണ്ടകൾ. ആമിന എന്റെ കത്ത് വായിച്ചോ? വായിച്ചോന്ന്? വായിക്കാതെ ഞാൻ പോട്ടെ. വല്ലതും പറയണോ? ഒരു മിനിറ്റ്. ഇത് കൊടുക്കണം, ഞാൻ തുന്നിയതാ. ബ്യൂട്ടിഫുൾ. എനിക്കിതുപോലെ ഒന്ന് തരുവോ? ഒരു കമ്മീഷൻ തരാം, പക്ഷെ എന്റെ പേര് എഴുതില്ല. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു ഇഞ്ച് പുറകോട്ട് പോരുത് കേട്ടോ. എന്റെ ആമിന, ആ നോട്ടവും പരുങ്ങലും നാണവും ഒക്കെ കണ്ട ഞാനെന്നല്ല ആരായാലും ചിരിച്ചു പോകും. ഇങ്ങനെ എല്ലാരും മക്കാറാക്കിക്കൊള്ളി. പിന്നെ ഈ മാതിരി ആളുകൾ എന്താ വേണ്ടത്? ദാ നിനക്ക് വേണ്ടി തുന്നിയതത്രേ. ഇങ്ങനെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്റെ ആമിന? തൂവാല കൊള്ളാട്ടോ. ദേ, അസീസ് എന്നുള്ള പേര് ബ്ലേഡ് കൊണ്ട് കളഞ്ഞാ മതി. മൂപ്പർക്ക് നീ കത്ത് വായിച്ചു എന്നൊരു സംശയം. നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് പാവത്തിനറിയില്ലല്ലോ. ഞാൻ തട്ടിവിട്ടു വായിച്ചു എന്ന്. മയങ്ങിയിരിക്കുക. പ്രിയമുള്ള ആമിനയ്ക്ക് തുന്നക്കാരൻ അസീസ് എഴുതുന്ന കത്ത്. ആമിന, സ്വർഗത്തിലെ ഹോറി പോലുള്ള പെണ്ണാണ് ആമിന എന്നറിഞ്ഞപ്പോ മുതല് കാണണം എന്ന് പൂതിയായിരുന്നു. കണ്ടപ്പോ തോന്നി നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ ആമിനെ നിക്കാഹ് കഴിക്കുമെന്ന്. നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല.
ഞാൻ ദുബായ്ക്കാരനൊന്നുമല്ല, തോനെ കായൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ആമനയ്ക്ക് കൈ നിറയെ കുപ്പിവളകളും സുറുമയും മേടിച്ചു തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല കുപ്പായം തുന്നിത്തരാനും എനിക്ക് കഴിയും. ഇതൊന്നുമില്ലെങ്കിലും ആമനയ്ക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. ഞാൻ പട്ടിണി കിടന്നാലും ആമനെ പട്ടിണി കിടത്തൂല. എന്നെ നിക്കാഹ് കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തുള്ള പറഞ്ഞു കിടക്കും. അതേ ആമന, എന്റെ കൽബിന് മുഴുവൻ ആമനയാ. എന്നെ കാണാൻ ചേരുന്നുമില്ലെങ്കിലും എനിക്ക് നല്ലൊരു മനസ്സുണ്ട്. ആമനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരി എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സ് നിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമന എന്ന് അസീസ്. വാതിൽ തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. ആര്? അന്റെ ബാപ്പ മലയാളത്തിലല്ലേ പറഞ്ഞു. അന്റെ പുന്നാര മോളെ അലവിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഓന്റെ അടുത്ത് കായ ഇടിച്ചിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? എന്റെ ഒരു മോങ്ങല്. ഓളെ പിന്നെ ആര് കെട്ടും? ഇനി കുന്നത്തങ്ങാടിക്ക് ഓളക്കെട്ട ആണുങ്ങൾ വരൂല്ല. അങ്ങാടി വലിയ കുറൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാരൻ ഹമുക്ക്. പിടിച്ചു കൊടുക്കണേ. അളവിനൊക്കെ നല്ലവരാ ചെക്കൻ. പാവം, ഓരത്തെ പണിയില്ലേ, കായില്ലേ? അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാരൻ. എന്നെ കൊല്ലാൻ നടക്കണം നായി. ഓനെ കുടി കയറ്റാന് പെട്ടി കൊല്ലും ഞമ്മൾ ഉമ്മാനെ. വാസുലോട്ടെ, ആരാത്? പുയ്യാപ്പിളയാ? ഇതാരുടെയാ തിന്നുന്നതെന്ന് അറിയാമോ? ആമിനയുടെ. നിങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. എന്നിട്ട് ഈ ഫോണാണല്ലോ അങ്ങാടി പോലെ കെട്ടിക്കുന്നു പറഞ്ഞിരിക്കണം ഐദ്രോസ്ക. ഇത് ഞമ്മള് കുപ്പായത്തിന് തുണിയാ. ആമിനെയും ഞമ്മളെയും കുപ്പായം തുന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസർ തുന്നിയ പാവാടമാരി, പാവാട തുന്നിയ ടൗസർ മാരി. അത് ഇതിന് പറ്റൂല കേട്ടാ. എന്താ പാത്തുട്ടി ഞമ്മളീ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? അലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കുക. അനക്ക് പിരാന്താ. ഇന്റെ മരുവളോ നിക്കാഹ് കഴിച്ചത് അനക്കറിയോ എന്റെ സ്വഭാവം? ഞാൻ എന്ത് ചെയ്യാനോ കതിച്ചുമ്മ? നമ്മൾ വിചാരിച്ചാ വല്ലതും നടക്കൂ? എന്റെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അത് ഈ പോരാത്തോളായിട്ട് നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യല്ലടി. അനക്കറിയൂല എന്റെ കാര്യം. ഇന്റെ കെട്ടുവാൻ മോറയില്ലാത്ത ഒറ്റ ബാക്കേ പറഞ്ഞുള്ളൂ. അന്ന് കനീസുവിന്റെ സ്വഭാവം മൂപ്പര് കണ്ടു. അന്ന് പടിയിറങ്ങിയതാ. എനിക്ക് വയസ്സ് 60 പെണ്ണുങ്ങളായ ഇത്തിരി ഉസിരി പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കൂല ഉമ്മ. ആമിനയുടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീ തീറ്റിക്ക? എന്താ മോളെ ഇത്? അന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേലിക്ക് നിൽക്കുന്ന കുണ്ടന്മാര് കണ്ണോണ്ടൊന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാലാ ഇത്. ഇനി ഈ എന്തിനാ കരയുന്നത്? ഇന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങ? ഇവിടെ നിൽക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ് തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചെക്കനൊരു ശല്യായല്ലോ ഇത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെങ്കിലും ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും? പോകാൻ പറ്റണ്ടായോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടോവനാ? അലവിയോട്ടിൽ നിക്കാൻ ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓൾക്ക് സമ്മതമല്ല, ബലായിട്ടാ. കുഞ്ഞൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി. രാത്രി പുറത്തിറങ്ങിക്കാൻ മുണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ. ഇപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ അവിടെ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണട്ടെ. അതാ ആ തട്ടം കിട്ടുക. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ട. വാ മതി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഇവിടെ നിന്നോളൂ. ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ.
നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ തന്നെ പോവാം. എന്തൊരു നെഞ്ച്. ആമിനക്കുട്ടി വിഷമിക്കണ്ട, ആ നിക്കാഹ് നടക്കില്ല. പക്ഷേ നീ ഇത്തിരി ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബം ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീ ഇവിടെ ഇരിക്കും, നിനക്ക് വരാം. വേണ്ടേ? അതെ, നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? ഇങ്ങനെ സദാ സമയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ആ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കാൻ. പറഞ്ഞു സ്വന്തം വിഡിത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താണ് പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കേട്ടാൻ പോണത്. എനിക്ക് ആമയോട് സംസാരിക്കണം. കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ സംഗതി ആകെ കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനക്ക പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. ആമിനാനെ നമ്മൾ കെട്ടും. ആ നിങ്ങൾ കഴിക്കുക കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പോയിക്കോളൂ. നാണല്ലോ ബാപ്പുട്ടി. എങ്ങക്ക് വേഷം കെട്ടാൻ വന്നാ വേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങടെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാര്യാക്കാം. നാട്ടുകാരുടെ തല്ലുകൊള്ളതിന് മുമ്പ്. തോന്നിക്കോളും. അവനെന്തിനാ എന്നോട് നന്ദി പറയുന്നത്? നമ്മൾ വിചാരിച്ചല്ല മാഷെ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുന്നു. കണ്ണുപൊട്ടിന് കാഴ്ച കിട്ടിയ പോലെ എനിക്കിപ്പോ ഏതാനും വായിക്കാനും അറിയാം. കത്ത് ഏതാനും കഴിയുന്നുണ്ട്. ആമിനെ ഇനിയും പഠിക്കണം. ഞാൻ പഠിപ്പിക്കും. പോട്ടെ മാഷെ. ആ നിങ്ങൾ കിനാവ് കാണണ്ട. ഓളെ നിക്കാഹ് കഴിക്കാന്ന്. അസീസ് എന്തായത്? നിങ്ങളുടെ നിക്കാഹ് നടക്കില്ല മാഷെ. നടന്നാല് കുന്നത്തങ്ങാടിന് ഞാൻ കെട്ടി തുന്നിച്ചാവും. അസീസ് പറയുന്ന കേൾക്ക്. വേണ്ട, ഓളോട് പറഞ്ഞേക്ക് എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്താണ് ഐദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടത് കേട്ട്? ആ മായ, കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ. നാട് മുഴുവൻ പാട്ടായിരിക്കും ഐദ്രോസിക്ക. ഐദ്രോസിക്ക ഇന്നലെ മുതൽ ഓൻ പീടിയില്ല. എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയുന്നില്ല. നാളെ നിക്കാഹ് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ. മുണ്ടാണ്ട് പോണ്. ഓളെ പേരയിൽ കെട്ടി തൂക്കിങ്ങോണ്ട് കൂടിയന്റെ മുകളില് ഇന്ന് വരെ ഒരു ബാക്കി നിങ്ങളോട് ചോദിച്ചോ? 5 ദിവസം കേട്ട കുന്നത്തങ്ങാടി ഉറക്കും. ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ നിങ്ങൾ ഇട്ട് ഉറപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും. ഓനെ വരച്ച പറയിൽ ഈ ആളിന് കൊടുത്തു. ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നത്? അല്ലേ അലവി, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുകിൽ ഓൻ അല്ലേ നമ്മള് രണ്ടൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. വേഗം വരും. ആ ഹൈദ്രോസ് പീടിയെ തല്ലി പൊളിക്കാൻ വരുന്നു.
അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഓനോട് പോയി പറഞ്ഞ് തടുക്കാൻ. നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ? ഇപ്പോൾ എന്തായി? ഇനി ഒന്നിനും ഞാനില്ല കേട്ടോ. ആ നമ്മൾ പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം അത് ഓനല്ല ആലോചിക്കണ്ടേ? അത് പറയരുത്. നിങ്ങൾ പോയാൽ ആശിസിക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് ആശിസിക്കാരെ തച്ചു കൊല്ലും. ഹൈദ്രോസോനെ തല്ലി ചതച്ചോട്ട് കുത്തി കൊന്നോട്ട് പഠിച്ചോലെ അത് നിശ്ചയിച്ചെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചോനൊക്കെ വലിയൊരുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റിപ്പഴപ്പിനുണ്ട് ഓരോ വേഷം കിട്ടാന്നല്ലാതെ ആ ഊരെ തിരക്കാൻ നമ്മളെ കൊണ്ടല്ലേ കയ്യോ? ബാപ്പുട്ടിക്ക് മജീദിനും കഴിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഈ വേഷത്തിന് കഴിയും. പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ. ബഷീറേ നിക്ക്, ഈ കുന്നത്തങ്ങാരി ചെന്ന് പറയും മലപ്പുറം മൊഴിയും വരണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവമ്മേ. ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. നമ്മൾ ആരാണെന്ന് മനസ്സിലായിന്നാ തോന്നണേ. മജീദേ കാണിച്ചോ. ഉമ്മാന്റെ വളപ്പാലെ കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് പറ്റും നോക്കട്ടെ. കുന്നത്തങ്ങാടി ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടരുത്. കത്തി പിടിച്ച് വായിക്കേണ്ട പോലെ ഇതല്ല. അതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട. ഈ ഹൈദ്രോസിനോട് പറ നമ്മൾ ഒത്തുകൂടി തയ്യാറാണെന്ന്. ചോദിച്ചാ പോലെ വേണ്ട. സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നിർത്തിയിരിക്കണം. നമ്മുടെ കണ്ടോടെ തനിക്ക് കേറായിക്കോട്ടോ. സമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു. നിന്റെ അസീസേ, അന്ന് നമ്മൾ എവിടെയൊക്കെ നോക്കിയത്. ദയ്യ എഴുത്തു തരാൻ അന്ന് നമ്മൾ അന്വേഷിച്ചത്. ആമിനെ എനിക്ക് എഴുതിയതാ. എനിക്കോ? ആ ഈ വായിച്ചോക്ക അസീസേ. എന്റെ പ്രിയപ്പെട്ട അസീസക്ക് അറിയുന്നതിന് ആമിന് ഏതെന്ന് എഴുത്ത്. ഈ എഴുത്ത് കിട്ടുമ്പോ എനിക്ക് ഏതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എഴുത്ത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പെണ്ണും പണവും ഒന്നുമല്ല, സ്നേഹമാണ് വലുത്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടുമോ? നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിക്കൂന്ന്. നാളെ കുഞ്ഞലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കാം. ഞാൻ എന്താ ചെയ്യാ? ഞാനൊരു പെണ്ണല്ലേ. എന്റെ കൂടെ വന്ന് ആമിനെന്ന് വിളിച്ചാ നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും. ഈ ദുനിയാവിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും എന്ന് ആമിന.
വരുത്തി വെച്ചില്ല. മനസ്സിലായോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു വാക്ക്. എല്ലാവർക്കും ചായയും കടിയും ഇന്ന് കുവൈറ്റ് കുഞ്ഞാലിന്റെ വകയാണ്. അടിച്ച് കുഴിച്ചിടാ. വേണ്ട. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ വയ്ക്കും. എന്തെടുത്ത് പറഞ്ഞു? ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ വയ്ക്കും. ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ ഒന്നുകൂടെ പറയും. ഞാൻ നിൽക്കാതെ വയ്ക്കും. വേണ്ട, നിങ്ങളുടെ കത്തിയൊക്കെ മുറിച്ചുണ്ട്. ആമ എന്റെ കത്തിന് മലപ്പുറം മൊയ്തിന് മഞ്ചേരി മസ്ജിദിന് മാനം കാക്കുമോനെ. ഈയാണോ ശിവാക്കുട്ടി? എന്റെ ബാപ്പ, എന്റെ ബാപ്പിന്റെ ബാപ്പിന്റെ ബാപ്പ കറു പോയില്ലേ ഇവിടുന്ന്. പെൺകുട്ടികളെ കെട്ടിക്കാൻ അങ്ങാടി കണ്ടു കാണൂല. ഈയാണ് സിംഹക്കുട്ടി. ഇനി ആരെങ്കിലും ഉണ്ടോടാ കുന്നത്തങ്ങാടിയില്? ഉണ്ടോടാ? ഞാൻ ആമ എന്നെ നിൽക്കാതെ കഴിക്കാൻ പോകണം. മോളെ, അന്റെ ഇഷ്ടവരാണെങ്കിലേ ഞങ്ങൾ തടസ്സം നിൽക്കണില്ല. എന്റെ മോളെ പഠിച്ചും കാക്കും. ആമിന, അഫീസ് എന്നെ പൊന്നുപോലെ നോക്കും. മാഷെ, പഠിച്ചാണ് നിങ്ങളെ കുന്നത്തങ്ങാടിയിലേക്ക് അയച്ചത്. മാഷ് വന്നില്ലായിരുന്നെങ്കിൽ കൂട്ടിലിട്ട് കിളിയെ പോലെ നമ്മളെ കൂടി കഴിയേണ്ടി വന്നേനെ. ഇന്ന് പേർക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നൊക്കെയൊരു പെൺകുട്ടിക്ക് വേറെ എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ മാഷാണ്.
എനിക്ക് നിങ്ങൾ പഠിച്ചോല. നല്ലത് വരട്ടെ. ആമിനിക്ക് നല്ലതേ വരൂ. ഞാൻ പോട്ടെ മാഷേ. ശരി അസീസേ. ആമിന, ഒന്നും ചെയ്യരുത്. പെണ്ണുങ്ങളുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ കുന്നത്തങ്ങാടിന് പോവാ. നിങ്ങൾ നമ്മളെ പേടിച്ച് നിൽക്കണമെന്നും കരയുന്ന പോലെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഓളുടെ ശരി കാണണമെങ്കിൽ, ഓൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണണമെങ്കിൽ വരണം ഞങ്ങളുടെ കുടിയിലേക്ക്. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. എവിടേക്കാ പോവുക? കൊണ്ടോട്ടിക്ക്. ബാപ്പ കേട്ടില്ല. അപ്പോ ടിക്കറ്റ് എടുത്തു. അസീസേ, ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പോവുക മലപ്പുറത്തേക്ക്. അവിടെ തുടങ്ങാൻ എന്റെ ആമിന ടൈലേഴ്സ്.